ഓരോ സിനിമാ പ്രേമിയുടെയും മനസ്സിൽ നിന്ന് ആ കറുത്ത ദിനം ഒരിക്കലും മാഞ്ഞു പോകില്ല. 2020 ജൂൺ 14 മുംബൈ ബാന്ദ്രയിലെ ഒരു അടച്ചിട്ട മുറിയിൽ നമ്മളെയെല്ലാം സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും തിളക്കമുള്ള ആ യുവ പ്രതിഭയുടെ ജീവൻ പൊലിഞ്ഞു കിടക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. സുശാന്ത് സിംഗ് രജ്പുത്. വർഷങ്ങൾ 6 കഴിഞ്ഞു. വാർത്തകൾ ഒടുങ്ങി. ക്യാമറ കണ്ണുകൾ മാറി. സിനിമകൾ പലതും വന്നുപോയി. പക്ഷേ ആ മരണം ശരിക്കും ഒരു ആത്മഹത്യ തന്നെയായിരുന്നു. അതോ തെളിവുകൾ ഓരോന്നായി വെട്ടിമാറ്റി സത്യത്തെ കുഴിച്ചുമൂടിയ വൻ അട്ടിമറിയാണ്? വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം വീണ്ടും ഓരോ സിനിമാ പ്രേമിയുടെയും നെഞ്ചിലേക്ക് എറിഞ്ഞു തന്നിരിക്കുകയാണ് സുശാന്തിന്റെ സ്വന്തം സഹോദരി ശ്വേത സിംഗ് കീർത്തി. വെറുമൊരു ആരോപണമല്ല, കേൾക്കുന്നവരുടെ നട്ടെല്ലിൽ ഒരു ഭയം കോരിയിടുന്ന ചില വെളിപ്പെടുത്തലുകളാണിത്. അന്ന് ആ അടച്ചിട്ട മുറിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ബിഗ് സ്ക്രീനിൽ നമ്മളെ വിസ്മയിപ്പിച്ച ആ പ്രിയപ്പെട്ട കലാകാരന്റെ ശബ്ദം എന്നേക്കുമായി അടക്കേണ്ടിയിരുന്നത് ആർക്കായിരുന്നു? അന്വേഷണ ഏജൻസികൾ പോലും തൊടാൻ മടിച്ച ആ ഭയാനകമായ സത്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ശ്വേത സിംഗ് കീർത്തി പുറത്തുവിട്ട നടുക്കുന്ന വിവരങ്ങളും അറിയണമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കാണുക. ശ്വേത സിംഗ് കീർത്തി ഉന്നയിച്ച ആ നിർണായകമായ ചോദ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടക്കാം. ഒന്നാമത്തെ വിഷയം, പോസ്റ്റ്മോർട്ടത്തിലെ അസ്വാഭാവികമായ വൃദ്ധി. സാധാരണയായി ഇത്തരം ദുരൂഹ മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ സൂക്ഷ്മമായി കൃത്യമായ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിലാണ് നടക്കാറുള്ളതെങ്കിൽ, എന്നാൽ സുശാന്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം അത്രയും ധൃതി പിടിച്ച് പൂർത്തിയാക്കിയതെന്നാണ് സഹോദരി ചോദിക്കുന്നത്. ഫോറൻസിക് പരിശോധനകളിൽ പാലിക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ പോലും എന്തുകൊണ്ട് വീഴ്ച പറ്റിയെന്നും അവർ ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുശാന്ത് മരിച്ച സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരവും പിന്നീട് പുറത്തു വന്നിരുന്നു. ആർക്കു വേണ്ടിയായിരുന്നു ഈ തിടുക്കം? ആരെ സംരക്ഷിക്കാനായിരുന്നു ഈ വിട്ടുവീഴ്ചകൾ? സഹോദരി ചോദിക്കുന്നത് ഇതാണ്. അവർ ആരോപിക്കുന്ന രണ്ടാമത്തെ ആരോപണം, അകത്തുനിന്ന് പൂട്ടിയെന്ന് പറയപ്പെടുന്ന ആ മുറി. സുശാന്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ശീലങ്ങളെക്കുറിച്ചും അടുത്തറിയാവുന്നവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്: അദ്ദേഹം ഒരിക്കലും തന്റെ കിടപ്പുമുറി അകത്തുനിന്ന് പൂട്ടിയിടാറില്ല. സിനിമയെക്കുറിച്ചും വാനശാസ്ത്രത്തെക്കുറിച്ചും മണിക്കൂറുകളോളം സംസാരിക്കുന്ന സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും എപ്പോഴും പ്രാപ്യനായ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരാൾ അന്ന് എങ്ങനെ മുറി അകത്തുനിന്ന് പൂട്ടി? മാത്രമല്ല, മുറിയുടെ വാതിൽ തുറക്കാൻ പൂട്ടുകാരനെ വിളിച്ചതും അതിനുശേഷം അകത്തു കയറിയവർ കണ്ട കാഴ്ചകളും എല്ലാം ഇപ്പോഴും വലിയൊരു ദുരൂഹത തുടരുന്നു എന്നാണ് സഹോദരി പറയുന്നത്. പൂട്ടി എന്ന് പറയപ്പെടുന്ന വാതിലിന് പിന്നിൽ നടന്നത് ഒരു ആത്മഹത്യയല്ലെന്ന് സംശയിക്കാൻ ഈ ഒരു കാരണം മാത്രം മതിയോ? സത്യം എത്ര മൂടി വെച്ചാലും ഇത്തരം യുക്തിസഹമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. മൂന്നാമത്തെയും ഏറ്റവും ഭയാനകവുമായ ആ വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ ദിശ സാലിയന്റെ മരണവും സുശാന്തിന്റെ ഭയവുമാണ്. സുശാന്തിന്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ മുൻ മാനേജറായിരുന്ന ദിശ സാലിയൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിക്കുന്നത്. ദിശയുടെ മരണം ഒരു ആത്മഹത്യയായി തള്ളിപ്പറയാനാണ് അധികൃതർ ശ്രമിച്ചത്. എന്നാൽ ദിശയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ സുശാന്ത് അതീവ ഭയത്തിലും അസ്വസ്ഥതയിലുമായിരുന്നുവെന്ന് ശ്വേത വെളിപ്പെടുത്തുന്നു. അവർ എന്നെയും വെറുതെ വിടില്ല, അവർ എന്റെ പുറകെയും വരും എന്ന സുശാന്ത് ഭയത്തോടെ ആരോടൊക്കെയോ പറഞ്ഞിരുന്നു. ചിന്തിച്ചു നോക്കൂ, പുറത്തു വരാൻ പാടില്ലാത്ത ഏതോ വമ്പന്മാരുടെ രഹസ്യങ്ങൾ സുശാന്തിന് അറിയാമായിരുന്നു. ദിശയുടെ മരണത്തിന് പിന്നാലെ ആ സത്യം സുശാന്ത് പുറത്തു പറയുമോ എന്ന് ഭയന്ന ചില വ്യക്തികൾ, അവർ ആയിരുന്നു ഈ കളിക്ക് പിന്നിൽ. സുശാന്തിന്റെ ഭയം വെറുമൊരു തോന്നലായിരുന്നില്ല, മറിച്ച് തനിക്ക് നേരെ വരുന്ന ആ മരണത്തിന്റെ നിഴലിനെ കുറിച്ച് കൃത്യമായ തിരിച്ചറിവായിരുന്നു. അതെ, 6 വർഷങ്ങൾക്കിപ്പുറവും സത്യം ഇന്നും ആ ഇരുണ്ട മുറിക്കുള്ളിൽ തടവിലാണ്. ശ്വേത സിംഗ് കീർത്തി ഇന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്: ഇനി അന്വേഷണ ഏജൻസികളിൽ നിന്നോ സിസ്റ്റത്തിൽ നിന്നോ ഒരു നീതിയും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എന്തോ വലിയൊരു കാര്യം ഇവിടെ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് നീതി കിട്ടില്ലെന്ന് ആ കുടുംബത്തിന് പറയേണ്ടി വരുന്ന അവസ്ഥ എത്രയോ ദാരുണമാണ്. ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു മികച്ച മനുഷ്യൻ എന്ന നിലയിലും സുശാന്ത് നമുക്ക് നൽകിയ ആ മനോഹരമായ സിനിമകളെയും ഓർമ്മകളെയും മാന്യമായി നിലനിർത്താൻ മാത്രമാണ് ഇനി ആ കുടുംബവും ആരാധകരും ആഗ്രഹിക്കുന്നത്. പക്ഷേ
നമ്മൾ ഈ ചോദ്യങ്ങൾ മറക്കാൻ പാടുണ്ടോ? ഗോഡ് ഫാദർമാർ ആരുമില്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ബോളിവുഡിന്റെ നെറുകയിലെത്തിയ ആ സിനിമാ സ്വപ്നക്കാരന് അർഹിച്ച നീതി ലഭിച്ചു. ഇനി എന്റെ ചോദ്യം നിങ്ങളോടാണ്. സുശാന്ത് സിംഗ് രജ്പുത്തിൻ്റെത് വെറുമൊരു ആത്മഹത്യയാണെന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതോ ശ്വേത ആരോപിക്കുന്നത് പോലെ സത്യങ്ങൾ കുഴിച്ചുമൂടാൻ നടന്ന കൃത്യമായ ഒരു അട്ടിമറി ഈ മരണത്തിന് പിന്നിലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി താഴെ കമന്റ് ചെയ്യൂ. സുശാന്ത് എന്ന നടനോടുള്ള നമ്മുടെ സ്നേഹവും നീതിക്ക് വേണ്ടിയുള്ള ശബ്ദവും ഇനിയും നിലയ്ക്കരുത്.